ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, ഇന്നത്തെ ഫുൾ വിശേഷവും നാളത്തെ പ്രമോ വിശേഷവും നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇത് അപ്കമിങ് വിശേഷം മാത്രമാണ്, വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയുടെ അച്ഛനായ ഗോവിന്ദന് ഒരു വലിയ സർപ്രൈസ് ഒരുക്കി കൊടുക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ നന്ദുവിന് ജോലി കിട്ടി. അതുപോലെ തന്നെ നബിക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും വേണ്ട കാര്യമില്ല. കാരണം അനന്തപുരി തറവാട്ടിലാണുള്ളത്. നമ്മുടെ നയനെ പൊന്നുപോലെ നോക്കിക്കോളും. സാധാരണ ഭർത്താവാണ് പൊന്നുപോലെ നോക്കേണ്ടത്, അവിടെ പക്ഷെ നയനെയാണ് പൊന്നുപോലെ നോക്കുന്നത്. ഏതായാലും നന്ദുവിന് ജോലി കിട്ടിയ പൈസയൊന്നും അതൊന്നും നമ്മുടെ ഗോവിന്ദനും കനകദുർഗയ്ക്കും ആവശ്യമില്ല. അവരത് എടുക്കുകയുമില്ല. അത് നന്ദുവിന് വേണ്ടി മാത്രമാണ്. അപ്പോഴെന്താണ് നമ്മുടെ നയനയുടെ ഉദ്ദേശം? നയന എന്തിനാണ് ഒരു സർപ്രൈസ് ഒരുക്കുന്നത്, എന്താണ് എന്നൊക്കെ കേൾക്കാൻ നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ? വേറൊന്നുമല്ല, ഒരു ആർട്ട് ഗാലറി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചെറിയൊരു ആർട്ട് ഗാലറി നമ്മുടെ ഗോവിന്ദൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ചെറിയ ഒരു ആർട്ട് ഗാലറി അല്ല കേട്ടോ. വളരെ അതിവിശാലമായ ഒരു ആർട്ട് ഗാലറിയും അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ ആർട്ട് വർക്കുകൾ നമ്മുടെ ഗോവിന്ദൻ ചെയ്തത് മാത്രമല്ല, ഗോവിന്ദൻ ചെയ്യാത്തതുമായ പുറത്തു നിന്നും കൊണ്ടുവന്ന, അതായത് വിദേശത്തു നിന്നുമൊക്കെ കൊണ്ടുവന്ന നിരവധി ആർട്ട് വർക്കുകൾ നമ്മുടെ നയന സർപ്രൈസ് ആയിട്ട് ഒരുക്കി കൊടുക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദർശിനോട് നയനി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അച്ഛന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു കട ഇട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ കട കണ്ടിട്ടുള്ളതല്ല, ആദർശേട്ടൻ അത് വലിയ തോതിൽ വലിയതായിട്ടൊന്നും പോകുന്നില്ല. അത്യാവശ്യം ഞങ്ങൾ ജീവിച്ചു പോകാൻ മാത്രമാണ് ആ ഒരു കട ഉണ്ടായിരുന്നത്. അല്ലാതെ മീതി പിടിക്കാനോ അങ്ങനെയൊന്നും ആ കടയും കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ജീവിച്ചു പോയിരുന്നു. എങ്കിലും എൻ്റെ അച്ഛൻ ഈ വയസ്സാം കാലത്ത് കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അച്ഛനാണെങ്കിൽ സ്വയമേ ജോലി എടുത്ത് ജീവിക്കത്തുള്ളൂ. അച്ഛന് വീട്ടിലിരുത്തി അച്ഛന് നമ്മളിങ്ങനെ പൈസ കൊടുത്ത് ജീവിക്കുന്നത് അച്ഛന് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. ആവുന്നിടത്തോളം കാലം ജോലി എടുക്കണമെന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും ഞാൻ മാത്രം ഈ ഒരു അഭിപ്രായം മുൻനിർത്തി എനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്തു കൊടുക്കാം. പക്ഷെ ആദർശേട്ടൻ്റെയും അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മയുടെയും ആ ഒരു തീരുമാനവും കൂടെ അറിയണം. നിങ്ങളുടെ എല്ലാം സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ നയന, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. കാരണം അറിയാലോ, എനിക്ക് നിന്റെ അച്ഛനെ, എൻ്റെ അച്ഛനെ പോലെ തന്നെ എനിക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമാണ്. ഒരു കാര്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിലാകണമെന്നും അവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണം. അപ്പം അതിനുവേണ്ടി എനിക്ക് ഒരു പ്രശ്നമില്ല നയന. നിന്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം. നിന്റെ സന്തോഷം എന്ന് പറയുന്നത് നിന്റെ വീട്ടുകാരുടെ സന്തോഷമൊക്കെ അല്ലേ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് പ്രശ്നമില്ല. പിന്നെ അമ്മയുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ നയനയ്ക്ക് അറിയാട്ടോ ദേവയാനി സമ്മതിക്കുമെന്ന്. നമ്മുടെ ദേവയാനി സമ്മതിക്കുമെന്ന് നയനയ്ക്ക് അറിയാം. പക്ഷെ അങ്ങനെ സമ്മതിക്കുമെന്ന് അറിയാമെങ്കിലും നയന ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയന സത്യങ്ങളൊക്കെ, അതായത് ദേവയാനി നയനയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞൊന്നും മനസ്സിലാക്കൂലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട, അമ്മേനെ അവിടെ അമ്മയ്ക്ക് ഒരു തോൽവി അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ നയന് എന്താ ഇച്ചിരി കൂഞ്ഞി കൂടി നിന്നാലും തൻ്റെ അമ്മായി അമ്മയുടെ ആ ഒരു ഒളിഞ്ഞു നിന്നുള്ള സ്നേഹവും ഒക്കെ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് നയന. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ആദർശൻ പറഞ്ഞു, ആദ്യം ഞാൻ മുത്തശ്ശിയോടും പറയട്ടെ, അവര് എതിര് നിൽക്കത്തില്ല, അതെനിക്കറിയാം. എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് അമ്മയോട് സംസാരിക്കുന്നു. അപ്പൊ ആദർശിന് ചെറിയ പേടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ സമ്മതിക്കുവോ? ഇനി ദേവയാനി സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് വിഷമാവോ, നയനിക്ക് വിഷമാവോ? അവൾ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ഇങ്ങനെ ആഗ്രഹിക്കുന്നതും എന്നോട് ചോദിക്കുന്നതും ഒക്കെ. അപ്പൊ അത് ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തൊരു പോങ്ങൻ ഭർത്താവാണ്. അവൾ എനിക്ക് വേണ്ടി എന്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മേനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ആദ്യം മുത്തശ്ശിയോടും പറയാമെന്ന് പറഞ്ഞ് നേരെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആദർശ് പറഞ്ഞു, അത് മുത്തശ്ശിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് ഞാനും നയനയും എടുത്ത തീരുമാനമാണ്. നയന ഒറ്റയ്ക്കെടുത്ത തീരുമാനമോ ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമൊന്നുമല്ല. ഇത് ഞാനും നയനയും എടുത്ത തീരുമാനമാണ്. അത് നയനയുടെ വീട്ടുകാരെ കുറിച്ചാണ്. നന്ദുവിന് ഇപ്പം നല്ലൊരു ജോലിയുണ്ട്, അവരുടെ കുടുംബം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ നന്ദുവിന്റെ കയ്യിൽ നിന്ന് പൈസ നന്ദുവിന്റെ അച്ഛൻ, അതായത് നയനയുടെ അച്ഛൻ മേടിക്കാറില്ല. ഏതായാലും നയനയുടെ ഒരു
പണ്ടത്തെ മുതലുള്ള ആഗ്രഹമാണ് ഒരു ആർട്ട് ഗാലറി, ഒരു വലിയൊരു ആർട്ട് ഗാലറി ഇട്ട് കൊടുക്കണം എന്നത് അച്ഛന്. അപ്പൊ അവിടെ ഒരു 2-3 സ്റ്റാഫിനെയൊക്കെ നിർത്തണം. ഇപ്പൊ നയനയുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്കത് ചെയ്തു കൊടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. മുത്തച്ഛയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശനോട് പറഞ്ഞു, നീ എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? എൻ്റെ അഭിപ്രായവും ഈ വസന്തരയുടെ അഭിപ്രായവും നീ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നയനമോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. കാരണം അവൾ അത്രയ്ക്കും നിനക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ അത്രയ്ക്കും കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിന്റെ അമ്മയുടെ ജീവൻ ഇപ്പൊ നിലനിൽക്കുന്നത് അവള് കാരണമാണ്. അപ്പൊ ഇതൊക്കെ എന്നോടോ നിന്റെ മുത്തശ്ശിയോടോ ഒക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ അനന്തമൂർത്തി പറഞ്ഞപ്പോ, അതല്ലല്ലോ അതിൻ്റെതായ ഒരു ശരി. ഞാൻ എന്ത് ചെയ്താലും അത് മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ എൻ്റെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ചിട്ടേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ, അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് നയനയ്ക്കും അറിയാം. അതുകൊണ്ട് നയന ആദ്യം നയനയുടെ അഭിപ്രായം എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ അത് നിങ്ങളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ച് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഗോവിന്ദന് ഒരു ആർട്ട് ഗാലറി തന്നെ ഇട്ട് കൊടുക്കുക. അതും ചെറിയൊരു ആർട്ട് ഗാലറി പോരാ, വലിയൊരു ആർട്ട് ഗാലറി തന്നെ ഇട്ട് കൊടുക്കണം. ഏതായാലും ഇനിയിപ്പം ഗോവിന്ദന് ഒരുപാട് ജോലി എടുക്കുകയും ഒരുപാട് അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വേണ്ടതിന്റെ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു 2, 3, 4 സ്റ്റാഫിനെയും കൂടെ വെച്ചോ. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് എത്രയാണെങ്കിലും ഗോവിന്ദന് തന്നെ ഉള്ളതാണല്ലോ. അപ്പം അത് ഗോവിന്ദൻ ശമ്പളം കൊടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമ്മളാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത് എന്നൊരു ഇതും ഒരു അപകർഷതാ ബോധം ഒക്കെ ഉണ്ടാവില്ല. ആ ഒരു ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്തോളാൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ അമ്മയോടും കൂടി ഒന്ന് ചെന്ന് ചോദിക്കട്ടെ, അമ്മയോടും കൂടെ പോയി ചോദിച്ചിട്ട് അമ്മയുടെ ആ ഒരു ഇതും കൂടെ അറിയട്ടെ എന്ന് പറഞ്ഞപ്പോ, അവളുടെ എന്തറിയാനാണ്, അവളും സമ്മതിക്കാതെ എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ വസന്തരയും പറയാം, അല്ലെങ്കിലും അവൾക്ക് ഇപ്പൊ വല്ലാത്ത മാറ്റമുണ്ട് മോൻ എന്ത് പറഞ്ഞാലും അവൾ സമ്മതിക്കുന്നുണ്ട്. അത് നയനയ്ക്ക് വേണ്ടി അല്ല, മോന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മോന്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ, അതെനിക്കറിയാം മുത്തച്ഛി, അതിപ്പം ആർക്കും അറിയാലോ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറയാം. അപ്പൊ ഇത് ഒളിഞ്ഞു മാറി നിന്ന് നമ്മുടെ ജലജ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി വെച്ച് കൊടുക്കുന്ന കാര്യം. അയ്യോ, പിന്നെ ജലജയ്ക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. ജലജ ഓടിച്ചെന്ന് അഭിയോട് പറഞ്ഞു, എടാ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോ? നമ്മൾ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ, പക്ഷെ ആ നയനെ വിചാരിച്ചാൽ ഇവിടെ എല്ലാം നടക്കും. അവളുടെ അപ്പനുണ്ടല്ലോ ഒരു ആർട്ട് ഗാലറി ഇട്ട് കൊടുക്കാൻ വേണ്ടി അവൾ തീരുമാനിച്ചിരിക്കുക. അവൾക്ക് കോടികളുടെ സ്വത്തുണ്ടല്ലോ ഇപ്പം, അതിൽ നിന്നെടുത്ത് അവളുടെ അപ്പന് ആർട്ട് ഗാലറി ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ഇതെന്താ അമ്മ ഇവിടെ ഈ നടക്കുന്നത്? ഇതെന്താ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുത്തച്ഛനും മുത്തശ്ശിക്കും ഇതൊന്നും അറിയില്ലേ? മുത്തച്ഛനും മുത്തശ്ശി ഈ താളത്തിനൊത്ത് തുള്ളുന്നത് എന്തിനാ? ആ കിളവനും കിളവി ആദ്യം ചാവണം, എങ്കിലേ ഇവിടെ നന്നാവൂ. അതുമല്ല നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ കിളവിനും ചത്ത് തന്നെ ഒടുങ്ങണം എന്ന് പറഞ്ഞപ്പോ, എന്ത് ചെയ്യാനാടാ, കുരിശുകൾ ഓരോന്നായിട്ട് ചാകാതെ ഇങ്ങനെ കിടക്കല്ലേ, കാലന് പോലും വേണ്ട, അല്ലാതെ പിന്നെ എന്താ പറയുക. ഞാൻ ഏതായാലും ഈ കാര്യം ചെന്ന് അനാമികയോടൊക്കെ ഒന്ന് പറയട്ടെ, തിരി കൊളുത്തി കൊടുക്കട്ടെ, പിന്നെ ജാനകിയോടും പറയണം എന്നിങ്ങനെ പറഞ്ഞ് ജാനകിയുടെ അടുത്തേക്ക് നേരെ ഓടിച്ചില്ല. പക്ഷെ നമ്മുടെ ജാനകി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അനാമിക ആരാണ്, അനാമിക എന്താണ്, അനാമിക എന്തിനാണ് അവർ നിൽക്കുന്നത്, തന്റെ മകനോട് അനാമികയ്ക്ക് ഒരു ശകലം പോലും സ്നേഹമില്ല എന്നൊക്കെ നമ്മുടെ ജാനകി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും നിങ്ങൾക്ക്. അപ്പം ജാനകി ഇതെല്ലാം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയുകയും ചെയ്തിട്ടുണ്ട്, നീ തിരിച്ചറിഞ്ഞ വിവരം ആരോടും പറയുകയൊന്നും വേണ്ട, നീ എപ്പോഴും നയനയുടെ ശത്രുവായി അനാമികയുടെ മിത്രമായി നിന്നാൽ മാത്രം മതി. കാരണം അനാമിക എന്തൊക്കെ ക്രൂരതകളാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഇങ്ങനെ തന്നെ പോകണം. നയനയെ ഇതിൽ നിന്നുമൊക്കെ രക്ഷിക്കണമെങ്കിൽ, നമുക്ക് പരിപാലിച്ച് കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബം നേരെ പോകണമെങ്കിൽ അവളുടെ മനസ്സിലിരിപ്പെല്ലാം വെളിയിൽ വരണം. അപ്പൊ അതുകൊണ്ട് ജാനകി, നീ തിരിഞ്ഞെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക ഒരിക്കലും ഒരു കാര്യവും നിന്നോട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഈ വിവരം നീ ആരോടും പറയരുത്. അനാമിക ഇപ്പോഴും നിന്റെ പ്രിയപ്പെട്ട മരുമകളായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് പറയുകയും ചെയ്തു. അപ്പൊ ഇത് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഇപ്പോഴും അനാമികയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ കള്ളസ്നേഹം അഭിനയിച്ച് നടക്കുകയാണ്. മൊത്തം കള്ളത്തരമല്ലേ ഈ അനന്തപുരം തറവാട്ടി, മൊത്തം കള്ളികളും കള്ളന്മാരും വന്നു തോന്നുന്നു. ഏതായാലും നമ്മുടെ ജലജ നേരെ ജാനകിയോട് ചെന്ന് ഈ വിവരം പറയുകയാണ്. അപ്പൊ ജലജ ചെന്ന് ജാനകിയോട് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി, അയ്യോ ശരിയാണോ ജലജ, ഇനിയിപ്പോ എന്താ ചെയ്യുക, നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കുന്നു തോന്നുന്നില്ല ജലജ, നമ്മളൊക്കെ ഈ വീട്ടിലെ പൊട്ടന്മാരായിട്ട് ഈ പൊട്ടങ്ങളി കണ്ടുകൊണ്ട് നിൽക്കാനേ നമുക്കൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം ജലജ പറഞ്ഞു, നീ ഒരു കാര്യം പറ, ഇത് ചോദ്യം ചെയ്യാൻ അനാമികയ്ക്ക് കഴിയും. കാരണം അനാമികയ്ക്ക് ഇവിടെ എന്ത് സ്ഥാനമാണുള്ളത്? അനാമികയും ഈ വീട്ടിലെ മരുമകളാണ്. പിന്നെ അനാമിക ഇപ്പം ഗർഭിണിയും കൂടിയാണല്ലോ. നയനെ കൊണ്ടും എന്തുകൊണ്ടും യോഗ്യത കൂടുതൽ അനാമികയ്ക്ക് തന്നെയാണ്. ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. നയനയ്ക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, അനാമികയെ കുത്തിയിളക്കാൻ പറയാം. അപ്പം ഓക്കെ, നമുക്ക് ഏതെങ്കിലും അനാമികയോട് ചെന്ന് പറയാമെന്ന് പറഞ്ഞിങ്ങനെ
പോവുകയാണ് ജാനകിയും ജലജയും കൂടെ. ജാനകിയാണെ മനസ്സിലെടി, നീയൊന്നും വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നയനിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലടി. അവളെ ഈ കുടുംബത്തിനോട് സ്നേഹമുള്ള മരുമകളാ. അവളുടെ അച്ഛനും അമ്മയും അതുപോലെ നല്ലൊരു അച്ഛനും അമ്മയും ആയതുകൊണ്ട് തന്നെയാണ് അവളുടെ അച്ഛനും അമ്മയും അവളെയും നല്ലതാക്കി വളർത്തി തീർത്ത്. അതിന്റെ ക്രെഡിറ്റ് അവളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലാതെ പിന്നെ വേറെ ആർക്കാടി കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് ഒരു ആർട്ട് ഗാലറി ഇട്ട് കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് എന്താ പ്രശ്നം? ഒരാൾ ഗാലറി അല്ല, ഒരു 10-20 ആർട്ട് ഗാലറി ഇട്ടാലും അതിനൊരു കുഴപ്പമില്ല. എങ്കിലും അതിന്റെ മനസ്സിലിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ജാനകി നേരെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ജലജ പറഞ്ഞു, അനാമിക ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അത് ഗർഭിണിയാണെന്ന് പറച്ചിലും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കുനിയാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, കാറ്റടിച്ചാൽ അനങ്ങാൻ പാടില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അനാമികയ്ക്ക്. അപ്പൊ അനാമിക ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ ചെന്നിട്ട് മോളി ഇത് വല്ലതും അറിയുന്നുണ്ടോ മോളെന്ന് ചോദിക്കും. ചോദിച്ചു, എന്താ അപ്പച്ചി എന്തറിയുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. മോളി ഇതൊന്നും അറിയുന്നില്ലല്ലേ? എന്റെ മോളെ, ഇവിടെ നടക്കുന്നത് എന്തൊക്കെ കൂത്താട്ടാണെന്ന് അറിയാമോ? നമ്മളൊക്കെ ഈ പൊട്ടക്കിണറ്റിൽ ജീവിക്കുന്ന തവളയെ പോലെയാ. ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇതിനപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം എന്താ, നീ ഈ വീട്ടിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ ഞാനും ജാനകിയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരുടെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നയനെ അങ്ങനെയല്ല. അവള് പുറത്തിറങ്ങുന്നു, എല്ലാവരുമായിട്ട് ഇടപെടുന്നു, സോപ്പിടുന്നു, ചാക്കിലാക്കുന്നു. ഇതൊക്കെ തന്നെ അവളുടെ ഇത്. ഏതായാലും മോളെ ഒരു കാര്യം ഞാൻ പറയാം. ഇനിയിപ്പം ഒരു ആർട്ട് ഗാലറി തുടങ്ങണമെന്ന്. അത് ആർക്കെന്നറിയുവോ? നയനയുടെയും നവ്യയുടെയും അച്ഛന് ഒരു ആർട്ട് ഗാലറി ഇട്ട് കൊടുക്കാൻ പോവാ നയനാന്ന്. ഇതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ശരിയാവില്ല. എല്ലാം അങ്ങ് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുത്താലോ? മോളും ഈ വീട്ടിലെ മരുമകളല്ലേ, അതും മോള് ഗർഭിണിയായ മരുമകള്. നയന മൂത്ത മരുമകളൊക്കെ ആയിരിക്കാം, പക്ഷെ അവൾക്ക് ഇതുവരെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനൊരിത് ഉണ്ടായിട്ടില്ല. മോൾക്കാണെങ്കിലോ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കഴിവുമുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ അവകാശിയാണ് മോളുടെ വയറ്റിൽ വളരുന്നത്. അപ്പൊ എന്തുകൊണ്ട് മോൾക്ക് ഇതൊക്കെ പറയാനും ചോദ്യം ചെയ്യുവാനും ഉള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ ജാനകിക്ക് വലിയ സുഖിക്കുന്നൊന്നുമില്ല. ജാനകി ഇതൊന്നും കേട്ടിട്ടേ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. കൂടെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക പറയുന്നത്, എന്ത് ചെയ്യാനാ, അമ്മയുടെ മകന്റെ കഴിവുകേട് എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു കെട്ടിയവനുണ്ടല്ലോ, 5 പൈസക്ക് ഗുണമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? ആദർശിനും നയനയ്ക്കും നയനയുടെ വീട്ടുകാർക്കും മാത്രമേ അങ്ങനെ കൊണ്ട് ഗുണമുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പം ജാനകിക്കങ്ങ് തരിച്ച് കീറാണ് കേട്ടോ. പല്ലെല്ലാം കടിച്ചു പിടിച്ചു, മനസ്സിൽ രോക്ഷമായിട്ട് പുറത്ത് കാണിക്കാതെ പുറത്ത് ചിരിയോടുകൂടി മാത്രം ജാനകി നിൽക്കുക. ജാനകിക്കാണെങ്കിലോട്ട് അഭിനയിക്കാൻ അറിഞ്ഞും കൂടാ. ദേവയാനി ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് അഭിനയിക്കും. പക്ഷെ ജാനകിക്കാണെങ്കിൽ കലി വരികയാണ്. സ്വന്തം മകനെ കുറിച്ച് പറയുമ്പോൾ ചൊറിഞ്ഞു കയറുക. എടി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി, എൻ്റെ മകൻ കഴിവ് കെട്ടവനൊന്നും അല്ലടി. എൻ്റെ മകനെ ചാക്കിലാക്കി നീ ഗർഭിണിയായെന്നാ. അത് മാത്രമേ ഉള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ നീ 7 പണ്ട് ഇവിടെ നിന്ന് പോയേനെ. നോക്കിക്കോടി, ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എൻ്റെ മകന് കൊടുത്തിട്ട് നീ ഇവിടെ നിന്ന് ഒടുങ്ങിപ്പോയാലും കുഴപ്പമില്ലടി. ആ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തിക്കോളാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വെളിയിൽ പറയുന്നില്ല. വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം മനസ്സിൽ ഇങ്ങനെ പറയാണ്. അപ്പം ഓഹോ, അങ്ങനെ ആയോ എന്ന് ഓർത്ത് അനാമിക നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്? നമ്മുടെ വല്യമ്മയുടെ അടുത്തേക്ക്, ദേവയാനിയുടെ അടുത്തേക്ക്. അപ്പം ഏതായാലും നമ്മുടെ അനാമിക എത്തുന്നതിന് മുമ്പ് തന്നെ ആദർശ് എത്തി ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ആദർശ് അങ്ങനെ ദേവയാനിനെ കാണാൻ പോവുകയും, അമ്മ ഇതാണ് കാര്യം, ഇങ്ങനെ നയന എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. അവളുടെ ആഗ്രഹം ഞാനല്ലാതെ വേറെ ആരാണ് അമ്മയെ സാധിച്ചു കൊടുക്കേണ്ടത്? അമ്മേ, അവളൊരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് സാധിച്ചു കൊടുക്കട്ടെ. അവൾ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, എത്ര കോടി രൂപയുടെ ബിസിനസ് നേടിത്തരുന്നു. അപ്പൊ പിന്നെ ഇതങ്ങ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഓഹോ, എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാണോടാ നീ എന്നോട് വന്ന് ചോദിക്കുന്നത്? ഹേയ്, ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നയന പറഞ്ഞത് അമ്മ സമ്മതിച്ചാൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അപ്പൊ പിന്നെ അമ്മയോട് ചോദിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോ, ഏതായാലും ഞാനിനിയിപ്പോ എന്ത് പറയാനാ, എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചില്ലേ, നടപ്പിലാക്ക്. എല്ലാവരും കൂടെ തീരുമാനിച്ച കാര്യം ഇനി ഞാൻ മാറ്റി തിരുത്തിയിട്ട് അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ചെയ്യേ എൻ്റെ പൊന്നുമക്കള്, തീരുമാനിച്ച കാര്യം ഇനി മാറ്റുമൊന്നും വേണ്ട. ആർട്ട് ഗാലറിയോ വേറെ എന്തെങ്കിലും ആണെങ്കിലും വിട്ടുകൊടുത്തോ. ഏതായാലും എന്നോട് ഈ കാര്യമൊന്നും എപ്പോഴും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. ദയവ് ചെയ്ത് അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടേക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നടത്തിക്കോ, ആർട്ട് ഗാലറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, പക്ഷെ എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ഇത്രയും കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആദർശിന് വളരെയധികം സന്തോഷമായി. ആദർശ് ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് ഈ കാര്യം പറയാനായിട്ട് ദേവയാനിയുടെ മുമ്പിൽ നമ്മുടെ അനാമിക വരുന്നത്. അങ്ങനെ അനാമിക വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം, ഞാൻ എന്ത് ചെയ്യാനാ മോളെ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലേ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും മൈൻഡും ചെയ്യുന്നില്ല. അവരായി അവരുടെ പാടായി. എനിക്കിതിൻ്റെ പുറകെ നടന്ന് സമയം കളയാനൊന്നും വയ്യ.
എനിക്ക് അടുക്കള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നോക്കണം, അങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകണം. പിന്നെ ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും അതാണ് എനിക്ക് ഏറ്റവും വലുത്. അതല്ലാതെ എനിക്ക് വേറെ ഇനി എന്താ ഒരാഗ്രഹവും ഇല്ല. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് കരള് തന്ന പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. ഇനിയിപ്പം അതിന്റെ പുറകെയും പോകുന്നില്ല. അതെന്താ വല്യമ്മ കരള് തന്ന പെൺകുട്ടീനെ കണ്ടുപിടിച്ചോ? ഹേയ്, കണ്ടുപിടിച്ചൊന്നുമില്ല. ഇനിയിപ്പൊ അതിനൊന്നും എനിക്ക് വയ്യ മോളെ. ഏതായാലും മോള് ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ അനാമികനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അനാമിക അവിടെയും ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ നയനയുടെ തീരുമാനം ഒരു ആർട്ട് ഗാലറി തന്നെയാണ്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് നയന ഗോവിന്ദന് ഒരു ആർട്ട് ഗാലറി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതൊരു വലിയൊരു ആർട്ട് ഗാലറി തന്നെയാണ് കേട്ടോ. അത് മെയിൻ ടൗണിൽ തന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ അടുത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇങ്ങനെ പുതിയ പുതിയ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അപ്കമിങ് വിശേഷങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.